അഅ്മാലിനെ പറ്റിയുള്ള കൈഫിയത്ത് കൂട്ടത്തിൽ ആരെങ്കിലും പറഞ്ഞാൽ പോരാ. ഫർളു ഐനിൻ, ഓരോരുത്തരും മനസ്സിലായി, ഓരോരുത്തരും അറിയൽ ഫർളു ഐനാണ്. അതുകൊണ്ട് തന്നെയാണ് എന്തുകൊണ്ട് ലാ തസിഹുൽ ഇബാദത്തു ഇല്ലാ ബിൽ ഇൽമി, ഇൽമോട് കൂടി അല്ലാതെ ഇബാദത്ത് സ്വഹീഹാവുകയില്ലല്ലോ. അവിടെ ഒരു ബി പാർട്ട് ഇമാം നവവി തങ്ങൾ കൊടുക്കുന്നുണ്ട്, ഒരു ബി, അവിടെ ഒരു ബി പാർട്ട്, ഏഴാമത്തിന് ഒരു ബി. യുസ്തഹബ്ബു അൻ യസ്തസഹിബ മഅഹു കിതാബൻ വാളിഹൻ ഫിൽ മനാസികി ജാമിഅൻ ലിമഖാസിദിഹാ വഅൻ യുദീമ മുതാലഅതഹു വയുകർരിറുഹാ. ബഹുമാനപ്പെട്ട ഇമാം നവവി പറയുന്നുണ്ട്, വയുസ്തഹബ്ബു അൻ യസ്തസഹിബ മഅഹു കിതാബ, അവന്റെ കയ്യിൽ എപ്പോഴും ഹജ്ജിന് കരുതിയത് മുതൽ യസ്തസഹിബ, അവന്റെ കൂട്ടുകാരനാകണം. സാഹിബ്, സാഹിബ് പറഞ്ഞാൽ കൂട്ടുകാരനാകണം. കിതാബൻ വാളിഹൻ, ഒരു കിതാബിനെ കൂട്ടുകാരനാക്കണം. വാളിഹൻ ഫിൽ മനാസികി, ഹജ്ജിന്റെ കാര്യങ്ങളൊക്കെ എഴുതിയ ഒരു കിതാബിനെ കൊണ്ടിടക്കണം. ജാമിഅൻ ലിമഖാസിദിഹാ, അതിന്റെ വിഷയങ്ങൾ മുഴുവൻ ഒരുമിച്ച് കൂടിയ ഒരു കിതാബ് എപ്പോഴും കയ്യിലുണ്ടാകണം. വഅൻ യുദീമ, അവൻ ദായിമാക്കുകയും വേണം. മുതാലഅതഹു, അതിങ്ങനെ പരിശോധിച്ച് പഠിക്കൽ. വയുകർരിറുഹാ, പഠിച്ചാലും വയുകർരിറുഹാ, അതിനെ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയും വേണം. ഒരിക്കൽ പഠിച്ചാൽ പോരാ. മനസ്സിലായല്ലോ. സദാ നേരം അവന്റെ കയ്യിൽ അഅ്മാലുൽ ഹജ്ജിന്റെ കൈഫിയത്തുൽ ഹജ്ജ് പഠിപ്പിക്കുന്ന ഒരു പുസ്തകം ഉണ്ടാവണം. ആ പുസ്തകത്തിനെ അവൻ നോക്കുകയും ആവർത്തിച്ച് അതവൻ പരിശോധിക്കുകയും ചെയ്യണം. ഇതിന്റെ ബി പാർട്ട്. അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. അടുത്ത കാര്യം അയ്യതുൽബലഹു റഫീഖൻ മുവാഫിഖൻ, യാത്രക്കിൽ ഒറ്റക്ക് പോവാതിരിക്കുക, കൂടെ ഒരു യോജിക്കാവുന്ന ആളെ കൊണ്ടുപോവുക. റഫീഖൻ മുവാഫിഖൻ, അവനോട് യോജിക്കാവുന്ന ഒരാൾ തണുപ്പും ഒരാൾ ചൂടുവാണെങ്കിൽ കുടുങ്ങും. അങ്ങനെയാണ്, അല്ല അങ്ങനെയുണ്ടാവും, കുടുങ്ങും. ചിലപ്പോൾ അതോടുകൂടെ ഉള്ള ലോകം മുഴുവനും തെറ്റിപ്പോവും. അപ്പൊ അത് വലിയ വിഷയമാണ്. അതൊക്കെ വലിയ വിഷയമായി. യാത്രക്കിടയിലൊക്കെ ഉള്ളത് ഒരു ദിവസത്തെ പരിപാടിയല്ല. ഇപ്പം ഇങ്ങനെ കാണുമ്പോൾ എല്ലാവർക്കും നല്ല കോൾഗേറ്റിന്റെ പരസ്യം കാട്ടിയിട്ട് അരമണിക്കൂർ കൊണ്ട് പിരിഞ്ഞു പോവാണ്. ഇത് 40 ദിവസം കൂടെയാണ്. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള വിഷയമാണ് ഇപ്പം ഈ പറയുന്നത്. അതുകൊണ്ട് യോജിക്കാവുന്ന ഒരാളെ കൂടെ കരുതുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ വഹദത ഫിസ് സഫരി, ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നു, യാത്രയിൽ ഒറ്റക്ക് പോകൽ റസൂലുള്ളാഹിക്ക് വെറുപ്പായിരുന്നു. വഖാല, റസൂലുള്ളാഹി പറഞ്ഞു, അർ-റാകിബുൽ വാഹിദു ശൈത്താനുൻ, ഒറ്റക്ക് യാത്ര ചെയ്യുന്നവൻ ശൈത്താനാണ്. വറാകിബാനി ശൈത്താനാനി, രണ്ടാൾ പോകലും രണ്ടാളും ശൈത്താന്മാരാണ്. വറഖബു സലാസത ഫഅക്സർ, ഒരു യാത്ര എന്ന് പറഞ്ഞാൽ 3 കൂടുതലുമാണ്. നമ്മളെ നാടൻ മലയാളം കേൾക്കാറുണ്ട്, 3 ഒരു വഴിക്ക് പോകാൻ പാടില്ല അല്ലേ? അങ്ങനെ ആലോചിച്ച് ആരാ ഇതൊക്കെ ഇങ്ങനെ നേരെ തിരിച്ചതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഞാനിത് പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട്. ചില ആളുകളൊക്കെ 3 ഇല്ലേ, നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇല്ലേ 3 ഒരു വഴിക്ക് പോകാൻ പാടില്ല, അങ്ങനെ പറയാം. എൻ്റെ ഒരു വാക്ക് എന്താ ഇതിൻ്റെയൊക്കെ ആരപ്പ ഇതൊക്കെ പറഞ്ഞുണ്ടാക്കിയതാവും? ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു അബൂ ദാവൂദ് തങ്ങളും ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹബീബായ നബി പറഞ്ഞു, ഒറ്റക്ക് പോകുന്നവൻ ശൈത്താനാണ്. വൽ ഇസ്നാനി ശൈത്താനാനി, രണ്ടാളും ശൈത്താന്മാരാണ്. വറഖബു സലാസ ഫഅക്സർ, യാത്രാ സംഘം 3 കൂടുതലുമാണ്. ഫൽയുഅമ്മിറു വാഹിദൻ, എങ്കിൽ 3 ഉണ്ടാവുന്നത് മുതൽ ഒരാളെ പിടിച്ചിട്ട് നേതാവാക്കുകയും വേണം, അമീറാക്കണം. എന്നിട്ട് ബാക്കിയുള്ളവരൊക്കെ അയാൾക്ക് മടങ്ങി വരുന്നവരെ ഇത്താഅത്ത് ചെയ്യണം. മനസ്സിലായില്ല? അതേത് വഴിക്ക് പോവുകയാണെങ്കിലും വേണം. ഒരു മന്ത്രിയെ കാണാൻ പോവുകയാണെങ്കിൽ എല്ലാവരും വർത്താനം പറഞ്ഞാൽ അയാൾക്കൊന്നും മനസ്സിലാവില്ല. നേരെ മറിച്ച് എന്ത് മതി, ആ കൂട്ടത്തിന് നാവിന് നീളമുള്ള ഒരാൾ വർത്താനം പറയണം. അവിടെ നാവിന്റെ നീളം പരിഗണിച്ചാൽ മതി. ഹജ്ജിന് പോകുമ്പോൾ നാവിന്റെ നീളമല്ല പരിഗണിക്കേണ്ടത്. ഇൽമു സലാഹിയത്ത്, അവൻ സ്വാലിഹു ആകണം, സാഹിബുൽ ഇൽമുമാകണം. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ എന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഹബീബായ നബി പറഞ്ഞു, അർ-റാകിബുൽ വാഹിദു ശൈത്താനുൻ വൽ ഇത്നാനി ശൈത്താനാനി വറഖബു സലാസ ഫഅക്ബർ, ഒരു വിഷയത്തിൽ ഒരു യാത്രയിൽ ഒരാളും രണ്ടാളും ഒക്കെ ശൈത്താന്മാരാണ്. 3 കൂടുതലുമാണ് യാത്രാ സംഘങ്ങൾ. അതിലാണ് അല്ലാഹുവിന്റെ തിരനോട്ടം ഉണ്ടാവുക. സ്വഹീഹ് തുർമുദി ഇമാം അബൂ ദാവൂദ് തങ്ങൾ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയാണ്. അതും ശ്രദ്ധിക്കണം. കൂടെ പോകുന്ന ആൾ ആരാകണം? ഖൈറിൽ പരമാവധി ആഗ്രഹിക്കുന്ന ആളാകണം. അങ്ങനെയാണ്. തവാഫ് കഴിഞ്ഞു, മഖാം ഇബ്രാഹിമിന്റെ അവിടെ എത്തിയപ്പോ ഇനി നമുക്ക് ദുആ ചെയ്യാന്ന് പറഞ്ഞപ്പോ ആൾ പറഞ്ഞു, നമുക്ക് ദുആ എവിടുന്നും ദുആ ചെയ്തൂടെ, നമുക്ക് റൂമിൽ പോവുക,
ഈ ദുനിയാവിൽ എവിടുന്നും ദുആ ചെയ്താൽ അല്ലാഹു തആല കേൾക്കുമല്ലോ, ഇതൊക്കെ പറയുന്നവരില്ലേ? ഈ ഫർള് നിസ്കരിച്ചിട്ട് പായുന്ന ആളുകളെ ഒപ്പം പോവാതിരിക്കുക, അതൊക്കെ ശ്രദ്ധിക്കണം. നമുക്കറിയാലോ, നമ്മളെ റാഗിബും ഫിൽ ഖൈർ എന്ന നാട്ടിൽ നിന്ന് നമുക്കറിയാം. ചില ആളുകളുണ്ട് ഫർള് നിസ്കാരം കഴിഞ്ഞാൽ അത് കഴിഞ്ഞെന്ന് വിചാരിച്ചു അവർ ഓടും. വേറെ ചില ആളുകളുണ്ട് അതിന്റെ സുന്നത്തും കൂടി നിസ്കരിച്ചിട്ട് പോവുള്ളൂ. ഒരു ഖൈറായ ഒരാൾ കൈ വെക്കണ കണ്ടാൽ അവിടെ ഇരിക്കും. അങ്ങനത്തെ അല്ലേ? അങ്ങനെയുള്ള ആളുകളുണ്ട്. രണ്ടാമത്തെ ആളെന്റെയും അതിനൊക്കെ നിസ്സാരപ്പെടുത്തും. അത്തരം ആളുകളെ കൂടെ പോകാതിരിക്കുക, കാര്യങ്ങളെ നിസ്സാരപ്പെടുത്തുന്നവരുടെ പിന്നാലെ പോകാതിരിക്കുക. ഇതിവിടെ പൂവാട്ടുപറമ്പിൽ തമാശ പറയും പോലെയല്ല. ജീവിതത്തിൽ ഇനി ഒരിക്കലും അങ്ങനെ ഒരു അനുഭവം ഇല്ലാതെയാകാം. ഹബീബാ റസൂലുള്ളാഹിന്റെ സിയാറത്തിന് പോകുമ്പോൾ സിയാറത്തിനെയും അതുപോലത്തെ വിഷയങ്ങളെയും ഇഹാനത്ത് ചെയ്യുന്നവരുടെ കൂടെ പോകാതിരിക്കുക, ശ്രദ്ധിക്കണം. മദീനയിൽ പോയാൽ എന്ത് മദീന, അതൊക്കെ പിന്നുണ്ടായതല്ലേ എന്ന് പറയുന്ന ആളുകളെ പിന്നാലെ പോകാതിരിക്കുക. ഹബീബാ റസൂലുള്ളാഹിന്റെ അടുത്ത് റൗളയിൽ പോകുമ്പോൾ കരച്ചിൽ പൊട്ടിയാൽ എന്തിനാണ് കരഞ്ഞത്, ഇതങ്ങനെയല്ലേ ഇതിങ്ങനെയല്ലേ എന്ന് പറഞ്ഞിട്ട് ആക്ഷേപിക്കുന്നവരുടെ കൂടെ പോവാതിരിക്കുക. എന്തുകൊണ്ട്? ഹുബ്ബിന് പരിധിയില്ല. ഹബീബിനെ ആലോചിക്കുമ്പോൾ മുഅ്മിനീങ്ങൾ കരഞ്ഞു പോകും. എന്നല്ലേ ഇമാം ഭൂഷങ്ങൾ പറഞ്ഞത്. കരഞ്ഞിട്ട് നബിയെ അങ്ങേപ്പറ്റി കരഞ്ഞുകൊണ്ട് എന്റെ മുഖത്ത് 2 ചാലുകൾ വീണുപോയി എന്ന് മഹാനായ ഇമാം ബുസൂരി തങ്ങൾ പറഞ്ഞു. حالة البعد روحي كنت أرسلها تقبل الأرض عني وهي نائبتي. അബൂ ഹനീഫ അൽ-കൂഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ എല്ലാ ദിവസവും നബിയെ എന്റെ റൂഹിനെ റൗളയിലേക്ക് വിടാറുണ്ട്. ഈ റൗളയുടെ ചുമരുകൾ ചുംബിച്ചിട്ട് എല്ലാ രാവിലെയും എന്റെ റൂഹ് വന്നിട്ട് ഈ റൗളയിൽ ചുംബനം നടത്താറുണ്ട്. നബിയെ, ഇപ്പോൾ അങ്ങയെ കാണാൻ നേരിട്ട് വന്നിരിക്കുകയാണ് എന്ന് ലോകപ്രശസ്ത മഹാപണ്ഡിതനായ അബൂ ഹനീഫ അൽ-കൂഫി ഇമാമുൽ അഅ്ലം റളിയല്ലാഹു അൻഹു. അവർക്കൊക്കെ ഇതിനുള്ള വില എത്രയാ? അതിനൊക്കെ നിസ്സാരപ്പെടുത്തുന്ന ആളുകളുടെ യാത്രാ സംഘത്തിൽ അവർ വേറെ പോയിക്കോട്ടെ, ആ കൂട്ടത്തിൽ കൂടാതിരിക്കുക. ഇതൊക്കെ ചിന്തിക്കണം. എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അള്ളാന്റെ കോടതിയിലെത്തിയപ്പോൾ റബ്ബേ എന്ന് വിചാരിച്ചിട്ട് കാര്യമല്ല. അതിൻ്റെ സ്ഥലത്ത് നമുക്കിന്ന് 9 മണിക്ക് ഹറമിൽ പോകണം, സുബഹി വരെ ഹറമിൽ കൂടാന്ന് പറയുമ്പോൾ എന്തിനാ 9 മണി ആകാന്നിരിക്കുന്നത്? നമുക്ക് മഗ്‌രിബിന് തന്നെ അങ്ങോട്ട് പോവാ. വല്ലാതെ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു 10 റുപ്യേൻ്റെ സാൻഡ്വിച്ച് 2 റുപ്യേൻ്റെ സാൻഡ്വിച്ച് നമുക്ക് പുറത്തിറങ്ങി കഴിക്കാം, നമുക്കിന്ന് റൂമ് കൂട്ടി പോവാന്ന് ഇങ്ങോട്ട് പറയുന്നവനോട് പറയാം. നേരെ മറിച്ച് 9 മണിക്ക് പോവാന്ന് പറയുമ്പോൾ പറയാം, എന്തിനാണ് വല്ല കഷ്ടപ്പെട്ട് അമൽ ചെയ്യാനായിട്ട് അള്ളാഹു പറഞ്ഞിട്ടുണ്ടോ, നാളെ നേരം വെളുക്കൂല എന്ന് പറയുന്നതിൻ്റെ ഒപ്പം പോകാതിരിക്കുക. ഇവന്റെ കൂട്ടുകാരൻ അവൻ മറന്നത് ഓർമ്മപ്പെടുത്തി കൊടുക്കുന്ന ആളാവുക. ഓർമ്മപ്പെടുന്ന കാര്യം ചെയ്യാൻ സഹായിക്കുന്ന ആളോ ആവുക. ഇതൊക്കെ ആകൽ നിർബന്ധമാണ്. മനസ്സിലാവുന്നില്ലേ? പ്രധാനപ്പെട്ട കാര്യം വിശദീകരിക്കുന്നില്ല. മുഅ്മിനീങ്ങളെ, ഹജ്ജിന്റെ അർക്കാനുകൾ 5 എണ്ണമാണ്. 1 ഇഹ്റാം. എഴുതിക്കോ, ശ്രദ്ധിക്കുക, എഴുതിക്കോളൂ. ഹജ്ജിന്റെ അർക്കാനുകൾ 5 എണ്ണമാണ്. 6 എന്നൊരു അഭിപ്രായം ഉണ്ട്. അത് മുഅല്ലമുൽ അർക്കാന്റെ ഇടയിലുള്ള തർത്തീബാണ്. 5 എന്ന് പറഞ്ഞ കിതാബുകളും ഉണ്ട്. അപ്പോൾ തർത്തീബ് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് റുക്കനുകളിലേക്ക് ചേർത്ത് തർത്തീബ് മുഅല്ലമുൽ അർക്കാന്റെ ഇടയിൽ തർത്തീബ് എന്ന് പറഞ്ഞ് 6 എണ്ണിയിട്ടുണ്ട്. പക്ഷെ പ്രധാനമായിട്ടുള്ള റുക്കനുകൾ 5 എണ്ണമാണ്. 1 ഇഹ്റാം. ഇന്നാലിന്നിടത്ത് നിന്ന് ഇഹ്റാം എന്നില്ല. ഇഹ്റാം മീഖാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്യുക എന്നത് റുക്കനല്ല, വാജിബാണ്. റുക്കനും വാജിബും തമ്മിൽ വ്യത്യാസമുണ്ട്. വാജിബ് എന്നാൽ അത് ചെയ്തില്ലെങ്കിൽ അതിന് ഫിദിയ കൊണ്ട് പരിഹരിക്കപ്പെടും, വാജിബ്. എന്നാൽ റുക്കിന് ഒരിക്കലും പരിഹരിക്കപ്പെടുകയില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഉദാഹരണം, ഈ കെട്ടിടത്തിന് ഇത്രയും ഫില്ലറുകൾ കൊടുത്തിട്ടുണ്ട്, ഇതിൻ്റെ റുക്കിനാണ്. എന്നാൽ ഇതിനിടയിൽ ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്, അത് വാജിബാണ്. അതിന് പരിഹാരമായി പെട്രോമാക്സ് കത്തിച്ചു വെച്ചാൽ മതിയാകും. എന്നാൽ ഈ ഫില്ലറുകൾക്ക് പരിഹാരം ഇല്ല. ശ്രദ്ധിച്ചോ? ഞാൻ 2 കാര്യങ്ങളോട് പറഞ്ഞു. സിമ്പിൾ ഉദാഹരണം പറഞ്ഞതാ. ഈ കാണുന്ന ഈ ഫില്ലറുകൾ ഉണ്ടല്ലോ, ഫില്ലറിന് മറ്റൊരു പരിഹാരം ഉണ്ടോ? ഇല്ല. കാരണം ഇതില്ലെങ്കിൽ ഈ സഖഫ് ഒരിക്കലും നിലനിൽക്കുകയില്ല, വീണു പോകും. നേരെ മറിച്ച് ഈ ഇടയിലുള്ള ഇതൊരു വാജിബാണ്, ഇത് അവിഭാജ്യ ഘടകം എന്നൊക്കെ ഇതിന് വേണമെങ്കിൽ പറയാം. പക്ഷേ അത് ഒഴിവാക്കുകയും ചെയ്യാം. പകരം എന്ത് ചെയ്താൽ മതി? പെട്രോമാക്സ് ആക്കാം. അതിൻ്റെതായ ചില ദോഷവശങ്ങൾ ഉണ്ടെങ്കിൽ പോലും പെട്രോമാക്സ് കൊണ്ടും വെളിച്ചം എന്ന കാര്യം ലഭിക്കും. അതുകൊണ്ട് ഫില്ലർ റുക്കിനും ഈ വെളിച്ചം
വാജിബുമാണ്. മനസ്സിലാവണില്ലേ പറഞ്ഞത്? എന്നതുപോലെ